വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഫാബ്രിക്കിലുള്ള കളക്ഷനാണ് നമ്മൾ കാണാൻ പോവുക. ഇത് കുറച്ചും കൂടെ നമ്മൾ 1450 1540 കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ ഫാബ്രിക്കിൽ ചേഞ്ച് വന്നപ്പോഴാണ് 1540 റേഞ്ച് വന്നത്. കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക്. ആ ഒരു ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് നല്ലുണ്ട്. ലൈറ്റ് ക്രഷ്ഡ് ഫോം ആണ്, കുറച്ചുകൂടെ ഒരു പ്യുവർ ലുക്കാണ് ആൻഡ് വളരെ കംഫർട്ടാണ് നമുക്കിത് ഇടുമ്പോൾ. കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക്കിൽ ഇതുപോലെ ദാമൻ ബോർഡറിൽ ഇതുപോലെ തിക്ക് എംബ്രോയ്ഡറി, സെൽഫ് ടോണിൽ തന്നെ തിക്ക് എംബ്രോയ്ഡറി, ബാലൻസ് ഏരിയയിൽ ചെറിയ ചെറിയ എംബ്രോയ്ഡറി മോട്ടീവ്സ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റിൻ്റെ ഫാബ്രിക് ആണ്. ആൻഡ് ദുപ്പട്ടയിൽ വന്നു കഴിയുമ്പം ഫുൾ ഇതുണ്ട്, ദുപ്പട്ടയുടെ രണ്ട് ബോർഡേഴ്സും ഇതുപോലെ ആ ഒരു ഫ്ലോറൽ സ്റ്റൈലിലുള്ള എംബ്രോയ്ഡറി വർക്കാണ്. അതും കുറച്ചുകൂടെ ബൾജ് ചെയ്ത് നിൽക്കുന്ന എംബ്രോയ്ഡറി ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി പോർഷൻസിൽ ടോപ്പിലും കൊടുത്തേക്കുന്ന പോലെ തന്നെ ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഫുള്ളി വർക്കാണ് ചെയ്തേക്കുക. അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. ഇതിൽ ഡാർക്ക് കളേഴ്സിനേക്കാളും എപ്പോഴും നല്ലത് നമ്മുടെ ലക്നോവി വർക്കൊക്കെ വരുമ്പോൾ എപ്പോഴും ലൈറ്റ് കളേഴ്സാണ് ഏറ്റവും കൂടുതലും എല്ലാവരും സെലക്ട് ചെയ്യുക. അതുപോലെ ഇതിൽ വന്നിട്ടും സെൽഫ് ടോണിൽ എംബ്രോയ്ഡറി വരുമ്പം ലൈറ്റ് കളേഴ്സാണ് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടം. ഇതുപോലത്തെ 5 ബ്യൂട്ടിഫുൾ ആണ് ലൈറ്റ് കളേഴ്സാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. വന്നിരിക്കുന്നത് ഇതുപോലെ ഫുൾ ലൈറ്റ് ആയിട്ടുള്ള സെൽഫ് ടോണിലുള്ള എംബ്രോയ്ഡറി ആണ് ടോപ്പിന്റെ ഫുൾ വന്നിരിക്കുന്നത്. ദാമനിലാണ് കുറച്ചുകൂടെ തിക്കായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫാബ്രിക് ആണ്. വളരെ പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹെവി കൈൻഡ് ഫാബ്രിക് ആൻഡ് ഇതാണ് എൻ്റെ ദുപ്പട്ട. സോ ഈ ഒരു ഫാബ്രിക് വളരെ എന്താ പറയുക, നമുക്ക് ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ സോഫ്റ്റ് ആൻഡ് കംഫോർട്ടാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. ദുപ്പട്ടയാണെങ്കിലും നല്ലൊരു ഷിഫോണിൻ്റെ കംഫോർട്ട്നെസ്, അത് ബട്ട് ഷിഫോൺ അല്ല കേട്ടോ, കുറച്ചുകൂടി പ്രീമിയം ഫാബ്രിക് ആണ്. ഇതിൻ്റെ ബോർഡേഴ്സിലും ഹെവി വർക്ക്, പിന്നെ ഓൾ ഓവർ ആ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഒത്തിരി ഇടിവെട്ട് കളർ ഷെയ്ഡ്സ് അല്ല ഇതിൽ വന്നിരിക്കുന്നത്, ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതുണ്ട്, ഇത് ഡയമൺ പോർഷൻ. നല്ല ഒരു സ്റ്റാൻഡേർഡ് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ടോപ്പിലും ദുപ്പട്ടയിലും. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ വന്നിട്ട് ഇതുപോലെ രണ്ട് ബോർഡേഴ്സിലും സെയിം ടോണിൽ തന്നെ വരുന്ന ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക്, സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. ഓൾ ഓവർ ലീഫ് സ്റ്റൈലിൽ തന്നെയുള്ള എംബ്രോയ്ഡറി. ഓരോന്നിലും ഒരു ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസിങ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഓവറൊന്നുമല്ല, ഒരു സിംഗിൾ സീക്വൻസിങ് ഒക്കെ ആയിരിക്കും ഒരു എംബ്രോയ്ഡറിയിൽ കൊടുത്തേക്കുക. ഇങ്ങനെ വരും. സാൻഡൂൺ ഫാബ്രിക്കിലാണ് ബോട്ടം. എൻ്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിൽ ലൈറ്റ് ആയിട്ടൊരു ക്രഷ്ഡ് ഫോം ആണ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നുണ്ട്. ഒത്തിരി ഓവറായിട്ടുള്ള ക്രഷ്ഡ് അല്ല, ലൈറ്റ് പാറ്റേണിൽ ഒരു ക്രഷ് ഫോമിൽ വരുന്നുണ്ട്. വളരെ ലൈറ്റ് വെയ്റ്റും പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക് ആണ്. റേറ്റ് 1540 ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ലെവൻഡർ ഷെയ്ഡാണ്. ഇതിൽ കുറച്ചും കൂടെ ലുക്കും ഒരു പ്രീമിയം ഫീലൊക്കെ വരുന്നത് ഈ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ്. ഡാർക്ക് ഷെയ്ഡ്സ് വരുമ്പം അത്രയും നമുക്ക് ഹൈലൈറ്റഡ് അല്ല. അതായത് സെൽഫ് ടോണിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുമ്പം എപ്പോഴും, അതായത് നമ്മുടെ ലക്നോവി വർക്ക് കണ്ടിട്ടില്ലേ, അതായത് സെൽഫ് ടോണിൽ തന്നെയാണ് ഫുൾ ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്യുക. അതെപ്പോഴും നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടം ലൈറ്റ് ഷെയ്ഡ്സ് വരുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഈ ടൈപ്പ് ഓഫ് എംബ്രോയ്ഡറി ലൈറ്റ് ഷെയ്ഡ്സിലാണ് കുറച്ചും കൂടെ പ്രീമിയം ലുക്ക് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം. ഈ ഒരു പ്രീമിയം ഫാബ്രിക്കിൻ്റെ ഈ ഒരു കളറിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് സാൻഡൂൺ ഫാബ്രിക്കിലാണ് എല്ലാത്തിലും സെയിം ടോണിൽ തന്നെ വരുന്ന സാൻഡൂൺ ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുക. ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. റെയറായിട്ട് കാണുന്ന ഒരു കളർ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ആൻഡ് വർക്ക് സെയിം തന്നെ. ഇതിൽ നിങ്ങൾക്ക് വർക്ക് ക്ലിയർ ആയിട്ട് കാണാതിരിക്കും. ദാമനിലാണ് കുറച്ച് വൈഡ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള വർക്ക് വന്നിരിക്കുന്നത്. ബാലൻസ് ഏരിയ ഫുള്ളും ലൈറ്റ് വർക്ക്. ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ദുപ്പട്ടയിലും പോയിക്കുക. ബോത്ത് ബോർഡേഴ്സ് വളരെ തിക്കായിട്ട് ചെയ്തിട്ട് ബാലൻസ് ഏരിയയിൽ ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു വർക്ക്, അതും സെൽഫ് ടോണിൽ തന്നെ വിത്ത് സീക്വൻസ്. അപ്പോൾ ഇത്രയും 5 കളർ ഷെയ്ഡ്സ് ഈ സെറ്റ്സിൽ വന്നിട്ടുണ്ട്. പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. റേറ്റ് 1540 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.